ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന നക്ഷത്രക്കാർ രാവിലെ ഉണർന്ന ഉടൻ ഈ പറയുന്ന രീതിയിൽ, ഒരു പ്രത്യേക രീതിയിലാണ് ഭഗവാൻ കൃഷ്ണനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഫോട്ടോയിലെ മുന്നിൽ ഈ പ്രത്യേക രീതിയിൽ ഒരു മന്ത്രം കൂടെ പറയുന്നുണ്ട്. ദർശനം ചെയ്താൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ട് വലിയ സമ്പത്ത് വന്നു ചേരും. അപ്പോൾ DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ചുള്ള നക്ഷത്രക്കാരെ പറയുന്നുണ്ട്, അല്ലാതെ സാധാരണ ജ്യോതിഷം അനുസരിച്ചുള്ള ചില നക്ഷത്രക്കാരെയും പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം ഇത് നിങ്ങൾക്ക് ഫലിക്കാൻ, ഈ ചെയ്യുന്ന വിദ്യ നിങ്ങൾക്ക് ഫലിക്കാൻ ഒരു രഹസ്യമായ ഒരു കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് അത് അവസാനം പറയാൻ പറ്റത്തുള്ളൂ, കാരണം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പം ഞാനീ പറയുന്ന രീതിയിൽ, ഞാനീ പറയുന്ന നക്ഷത്രക്കാർ രാവിലെ ഉണർന്ന ഉടൻ ഭഗവാൻ കൃഷ്ണന്റെ ഒരു ഫോട്ടോ ആയിക്കോട്ടെ വീട്ടിൽ, ഞാനീ പറയുന്ന രീതിയിൽ ഒരു മന്ത്രം ജപിച്ച് ആ പറയുന്ന പ്രത്യേക രീതിയിൽ ദർശനം ചെയ്താൽ തന്നെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായി വലിയ ഐശ്വര്യങ്ങളെ, സമ്പത്ത്, എല്ലാ കാര്യങ്ങളിലും വിജയം, ആപത്തുകളെ തടയുമെന്നുള്ളതാണ്. ഒരുപാട് മാറ്റങ്ങൾ ആ വീട്ടിലുണ്ടാകും. പിന്നെ നല്ല ജോലി, ഉയർച്ച, പ്രമോഷൻ, പിന്നെ മക്കൾക്കാണേലും നല്ല ഉയർച്ചകളെ, മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങളെ, അതുപോലെ പുണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ അവസരങ്ങളെ, കൂടുതൽ കൂടുതൽ പുണ്യങ്ങളെ, ഈശ്വരാനുഗ്രഹങ്ങളെ എല്ലാം ഉണ്ടായി വരും എന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. വീഡിയോ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ, കാരണം അവസാനം പറയുന്ന രഹസ്യമായ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് അത് ഫലിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ല എന്ന് വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. ഞാൻ ആ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ അവര് ചിലർ ചെയ്യുന്നുമുണ്ട്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അംശം ബുദ്ധിമുട്ടുള്ളവരെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവരെ, അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് കൊണ്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ, അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് നിവൃത്തിയില്ലാത്ത കുട്ടികളെ, ഇവരെയൊക്കെ പറ്റുന്ന പോലെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ചിലരുണ്ട് സഹായം ചോദിച്ച് ഇങ്ങോട്ട് വരുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളും മിക്കവാറും അതൊരു തൊഴിലാക്കിയവരാ. അങ്ങനെയുള്ള ഫ്രോഡ് പണിയുള്ളവരെ അടുപ്പിക്കുകയോ ചെയ്യരുത്. നമ്മൾ കണ്ട് ബോധ്യപ്പെടുന്ന, നമുക്ക് പറ്റുന്നത്, മറ്റാരും അറിയാതെ, ഒരു പേരിനും പ്രശസ്തിക്ക് വേണ്ടി അല്ലാതെ പറ്റുന്ന പോലെ സഹായിക്കുക. അതും ഈശ്വരനോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഓം ശ്രീം ഹ്രീം ഐം കുബേരലക്ഷ്മിയെ കമലധാരിണ്യെ ധനാകർഷണ്യെ സ്വാഹ, ഈ മന്ത്രം തന്നെ നമ്മൾ ഒരു മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ മുന്നിൽ പച്ചക്കർപ്പൂരം തട്ടത്തിൽ വെച്ച് കത്തിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ സമ്പത്ത് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളവർ കാണുക. പലർക്കും സമ്പത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് ഈശ്വരൻ തരുമ്പം അതിൻ്റെ ഒരു വിഹിതം അർഹരായവരെ സഹായിക്കുക, അന്നദാനം ചെയ്യുക. പിന്നെ നമ്മളുടെ മാതാപിതാക്കളെ നമുക്ക് അവർക്ക് സ്നേഹം കൊടുക്കുക, അവരോടൊത്ത് അല്പസമയം ചെലവഴിക്കുക, അവർക്ക് വേണ്ട ആഹാരം, വസ്ത്രമെല്ലാം നൽകുക. പിന്നെ നമ്മളുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ സഹോദരങ്ങൾ മറ്റുള്ളവരെ പോലെ ബുദ്ധിമുട്ട് പറഞ്ഞെന്നിരിക്കത്തില്ല, അറിഞ്ഞു കണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലുള്ളവരെ, ഇതൊക്കെ നമുക്ക് ജനുവിനാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, ഏറ്റവും വലിയ ദൈവാനുഗ്രഹം കിട്ടുന്ന കാര്യമാണ്, ആപത്തുകളെ തടയുന്ന കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറി നിൽക്കുമെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ചെയ്യുക. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഗുണമുണ്ടാവും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വീഡിയോ പിന്നെ വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എന്നിട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയും. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് താല്പര്യമുണ്ട്, നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ, ക്ഷേത്രത്തിലേക്കുള്ള കാര്യമൊക്കെ, അത് കേട്ടിട്ട് താല്പര്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. പിന്നെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ചെറുതായിട്ടൊരു വോയിസ് ഇട്ട്, ചുരുക്കിയൊരു വോയിസ് ഇട്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ എന്നെ ശ്രദ്ധയപ്പെട്ട, എനിക്കറിയാൻ നല്ല കാര്യമാണ് പറഞ്ഞുതരും. അതിന് ഫീസും കാര്യങ്ങളും ഒന്നുമില്ല, ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ വിശകലനം ചെയ്യുന്നതിന് നിശ്ചിത ഒരു ഫീസുണ്ട്, അത്രേ ഉള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇനി വീഡിയോയിലേക്ക് വിശദമായി വരാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ.
ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം പറയാൻ പോകുന്ന നക്ഷത്രം പൂയമാണ്. പൂയം. ഞാൻ ഓർഡറിലൊന്നുമല്ല പറയുന്നത്, ആ മനസ്സിൽ ആ ആ ഒരു എൻ്റെ മനസ്സിൻ്റെ ഒരു ഓർഡറിലാണ് പറയുന്നത്. ആദ്യം പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാര് രാവിലെ എഴുന്നേറ്റ ഉടൻ, നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ ഉടനെ നിങ്ങൾ കൃഷ്ണന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുക. തൊഴുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിലോട്ട് ഭഗവാൻ കയറണം. ഭഗവാനെ ലയിച്ചു തൊഴുക. എന്നിട്ട് ഓം കൃഷ്ണായ നമഃ വാസുദേവം ജഗത് സർവം എന്നുകൂടെ ജപിക്കുക. ഓം കൃഷ്ണായ നമഃ വാസുദേവം ജഗത് സർവം എന്നുകൂടെ ജപിക്കുക. ഭഗവാനെ ഗോവിന്ദ ഗോവിന്ദ അതുകൂടെ മൂന്നാമത് പറയുക. ഭഗവാനെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തൊഴുക ഉണർന്ന ഉടനെ. ഇത് നിത്യേന ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ, ഇത് മുഴുവൻ മനസ്സിലാക്കണം. അപ്പം ഇത് പൂയ നക്ഷത്രക്കാർ ദിവസവും രാവിലെ ചെയ്യുക. ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയ ഭാഗ്യങ്ങളെ, സമ്പത്തെ, അത്ഭുതങ്ങളെ നടന്നിരിക്കും. അപ്പം ഈ പൂയ നക്ഷത്രക്കാർ തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് അല്ല DNA ആസ്ട്രോളജി അനുസരിച്ച് രാഹു കർമ്മയും ചന്ദ്രകർമ്മയും ഉള്ളവരാണ്. ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടികൾ ഉണ്ടാകാം. സാമ്പത്തിക പ്രതിസന്ധികൾ, കൂട്ടുകെട്ടുകളിൽ, തെറ്റായ റിലേഷനിൽ അല്ലെ മോശം കൂട്ടുകെട്ടുകളിൽ ഒക്കെ പോയി ചാടുക, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുക, സാമ്പത്തികമായ തെറ്റായ വഴികളിൽ സഞ്ചരിക്കുക, ഇങ്ങനെയുള്ള സാധ്യതകൾ നിർബന്ധം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല, ചിലർക്കെങ്കിലും അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ, റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇവർക്ക് ഫുഡ് സംബന്ധമായ ബിസിനസ്സുകളെ, ടെക്നിക്കൽ സംബന്ധമായ ബിസിനസ്സുകളെ, ഫിനാൻസ് സംബന്ധമായ ബിസിനസ്സുകളെ, ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, ഇനിയും ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട ബിസിനസ് അല്ലെ പോലും കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാമെന്നുള്ളതാണ്. ഇനിയും ഈ പൂയ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ഒരു ഉയർച്ചയ്ക്കും ജീവിതത്തിലെ ഭൂമി, വീട്, അസറ്റ്, പ്രോപ്പർട്ടികൾ ഉണ്ടാകുന്നതിനും കടങ്ങൾ മാറുന്നതിനും ഒക്കെ രാവിലെ ഉണർന്ന ഈ കൃഷ്ണനെ ദർശിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യും. ദർശിച്ച് ഓം കൃഷ്ണായ നമഃ ജപിക്കണം, വാസുദേവം ജഗത് സർവം ജപിക്കണം. എല്ലാം വാഗൊണ്ട് ഒരു തവണ ഗോവിന്ദ, ഭഗവാനെ ഗോവിന്ദ ഗോവിന്ദ. ഈ ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിച്ചാൽ അതിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട് കേട്ടോ. ഇത് മൂന്നും ജപിക്കുക. ഭഗവാനെ കണ്ണുകൊണ്ട് നിറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഭഗവാനെ മനസ്സിൽ കണ്ണുകൊണ്ടും കാണുക, മനസ്സിലും കാണുക ഒരേ സമയം. മനസ്സിലായില്ലേ? ഭഗവാനെ കണ്ണുകൊണ്ട് ആ ഫോട്ടോ കാണുക, അതോടൊപ്പം മനസ്സിലും കാണുക. ഒന്നും വേറെ ആവശ്യപ്പെടണ്ട. ഈ മന്ത്രം വാഗൊണ്ട് ജപിക്കുക. നിത്യേന രാവിലെ ഉണർന്ന ഉടനെ ഇത് ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല. ഇനി പോകുന്ന നക്ഷത്രം ചതയമാണ്. ഈ ചതയം നാളുകാരെ ഇതുപോലെ രാവിലെ ഉണർന്ന ഉടൻ കൃഷ്ണന്റെ ഒരു ഫോട്ടോയുടെ മുന്നേ നിന്നു ഭഗവാനെ കണ്ണുകൊണ്ട് നോക്കുക, അതോടൊപ്പം മനസ്സിലും ഭഗവാനെ കാണുക. ഈ പറഞ്ഞ പോലെ ഭഗവാനെ ഈ പറഞ്ഞ 3 മന്ത്രങ്ങൾ ജപിക്കുക. ഓം കൃഷ്ണായ നമഃ, അതുപോലെ വാസുദേവം ജഗത് സർവം, കൃഷ്ണ, ഭഗവാനെ ഗോവിന്ദ ഗോവിന്ദ, ഇങ്ങനെ തന്നെ വാഗൊണ്ട് ജപിക്കുക. ഇത് നിത്യേന ചെയ്യുക. ഉറപ്പാണ് അത്ഭുതകരമായ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ചതയുന്ന ആളുകാർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൂട്ടുകെട്ടുകളെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു കാര്യം ഇവർക്ക് ലഭിക്കേണ്ട ഒരു കാര്യം പോലും സമയത്തിന് ലഭിക്കാതെ ചിലപ്പോൾ തടസ്സപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് വിശാഖ നക്ഷത്രം. ഇതും ചതയ നക്ഷത്രവും തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് രാഹു കർമ്മയും ചന്ദ്രകർമ്മയും വരുന്നതാണ്. ഇനിയും വിശാഖ നക്ഷത്രമാണ് പറയുന്നത്. വിശാഖ നക്ഷത്രവും തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് രാഹു കർമ്മയും ചന്ദ്രകർമ്മയും വരുന്നതാണ്. ഈ നക്ഷത്രക്കാരും രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്ന് ഭഗവാനെ തൊഴുത് കണ്ണുകൊണ്ട് ഭഗവാനെ ലയിച്ച് മനസ്സ് വേറൊരു ചിന്തയില്ലാതെ ഭഗവാനെ കണ്ണുകൊണ്ട് നോക്കുക, മനസ്സിലും ഭഗവാനെ കാണുക. ഈ പറഞ്ഞ ഓം കൃഷ്ണായ നമഃ വാസുദേവം ജഗത് സർവം. ജഗത് സർവം എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ലോകവും എൻ്റെ വെളിയിലുള്ള ലോകവും ഭഗവാൻ തന്നെയാണ്. വാസുദേവം ജഗത് സർവം, സകല പാപങ്ങളും തീരും. കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ, സർവ്വസമ്പത്തും ഉണ്ടായി വരും. നിത്യേന ചെയ്യുക. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഈ വിശാഖം നാളുകാർക്കാണേലും കുടുംബ ബന്ധങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ, മക്കളുമായിട്ടുള്ള ബന്ധങ്ങളെ, ഇതൊക്കെ വളരെ കുടുംബ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും വലിയ സാമ്പത്തികത്തിലേക്കും ഐശ്വര്യത്തിലേക്കും
ഐശ്വര്യം ഉണ്ടായി വരാനും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്. ഇവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ്. വിശാഖ നക്ഷത്രക്കാർക്കും മെഡിസിൻ മേഖല നല്ലതാണ്, കണക്ക് മേഖല കണക്കുമായി ബന്ധപ്പെട്ട്, ഫിനാൻസുമായി ബന്ധപ്പെട്ട്, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട്, ടെക്നിക്കല്, പിന്നെ മെഡിസിൻ മേഖലകൾ, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ അവർക്ക് ഭഗവാന്റെ ഈ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ വലിയ സമ്പത്തിലേക്ക് വരുമെന്നുള്ളതാണ്. വലിയ സമ്പത്ത് ഉണ്ടാകാൻ യോഗമുള്ള നക്ഷത്രം തന്നെയാണ്. അപ്പം പൂയം, ചതയം, വിശാഖം ഇനിയും പറയാൻ പോകുന്നത്. അപ്പൊ ഈ പൂയം, വിശാഖം, ചതയം കഴിഞ്ഞ് ഇനിയുണ്ട് നക്ഷത്രം. എങ്കിലും ഈ 3 നക്ഷത്രത്തിന്റെ കൂടെ ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞിട്ട് അടുത്ത നക്ഷത്രത്തിലേക്ക് വരാം. അതായത് ഈ 3-ൽ ഏതെങ്കിലും ഒരു നക്ഷത്രം വീട്ടിലുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കലഹങ്ങൾ ഉണ്ടാകാതെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ആ വീട്ടിൽ ശ്രദ്ധിച്ചു കേട്ടോണം, ആ വീട്ടിൽ ഈ വാഹനാപകടങ്ങൾ ഉണ്ടാകാതെ, എന്ന് വെച്ചാൽ ആ വീട്ടിലുള്ളവർ ഈ വാഹനങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ലഹരി അതുപോലുള്ള കാര്യങ്ങൾ ആ വീട്ടിലുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിന് വഴിപാടുകൾ ചെയ്യുക, അതൊക്കെ മാറിക്കോളും. അതിന് അത്ര ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തി മാലയും അല്ലെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും ചെയ്ത് വെള്ളിയാഴ്ചകളും ചൊവ്വാഴ്ചകളും പ്രാർത്ഥിച്ചാൽ ഈ ദുശീലങ്ങളൊക്കെ മാറുമെന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പം ഈ 3 നക്ഷത്രക്കാരിൽ ഏതെങ്കിലും വിശാഖം, പൂയം, ചതയം, വിശാഖം ഈ 3 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടില് ഇതുപോലെ ലഹരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം. കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. എന്ന് വെച്ച് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒന്നുമല്ല പറഞ്ഞത്. ചിലർക്കെങ്കിലും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ എല്ലാവർക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലർക്കെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഈ കൃഷ്ണ ഭഗവാനെ ഇങ്ങനെ ദർശിക്കുന്നത് ആ വ്യക്തിക്ക്, ആ കുടുംബത്തിനും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷയും സർവ്വസമ്പത്തും ഐശ്വര്യം ഉയർച്ചയും ഉണ്ടായി വരും. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഈ ഒരു 3 നക്ഷത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പം ഈ കലഹങ്ങളോ ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മൾ അതിന് ഒരു വഴക്കിനുള്ള ഒരു സാധ്യതകൾ കാണുന്നു. ഇപ്പോൾ ഒരാൾ നമുക്കറിയാം വഴക്കുണ്ടാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അപ്പോൾ ആ സാഹചര്യം വഴക്കുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. വഴക്കുകൾ ഉണ്ടായാൽ ഉദ്ദേശിക്കുന്നവർ നിൽക്കത്തില്ല. കാരണം ഈ 3 നക്ഷത്രങ്ങൾ രാഹു കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കത്തില്ല കാര്യങ്ങൾ. അതുകൊണ്ട് പറഞ്ഞു, രാഹു എന്ന് പറഞ്ഞാൽ എന്തിനെ ആംപ്ലിഫൈ ചെയ്യും, പർവ്വതീകരിക്കും ചെറിയ കാര്യങ്ങളെ വരെ. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട്, അല്ലെ വലിയ കാര്യങ്ങളായിക്കോട്ടെ, അത് വഴക്കുകൾ ഉണ്ടാക്കാതെ വീട്ടിൽ പറഞ്ഞു തീർക്കണം. അതിന് കൃഷ്ണന്റെ ഭഗവാന്റെ ഇതുപോലെ ദർശിക്കുന്നതും, ഭഗവാന് വ്യാഴം, ശനി ദിവസങ്ങളിൽ രാവിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും. ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ല രീതിയിൽ ആ കുടുംബത്തിലെ എല്ലാ സന്തോഷം, സമാധാനം, സാമ്പത്തികം, സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. പിന്നെ ഇത് ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഈ നക്ഷത്രങ്ങളുള്ള എല്ലായിടത്തും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. അല്ലെ വാഹനങ്ങൾ എല്ലായിടത്തും ശ്രദ്ധിക്കണമെന്നോ ഒന്നുമല്ല. നമ്മൾ ചെറിയ ഒരു ദോഷങ്ങൾ പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെറിയ സാധ്യതകൾ പറഞ്ഞതേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഈ നക്ഷത്രങ്ങളുള്ള വീട്ടിൽ എല്ലായിടത്തും ഈ കലഹങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വാഹനം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. അതുപോലെ ലഹരി അതുപോലുള്ള കാര്യങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന കൂടുതൽ ചിന്തിക്കരുത്, ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, അത്രയേ ഉള്ളൂ. അല്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന നക്ഷത്രം മകയിരമാണ്. ഈ മകയിരം നാളുകാർക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് DNA അസ്ട്രോളജി, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് വ്യാഴകർമ്മയും രാഹു കർമ്മയും വരുന്ന നക്ഷത്രമാണ്. അപ്പം ഇവർക്ക് ജീവിതത്തിൽ വളരെ പ്രതികൂലതകൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രം. ഒരു മധ്യവയസ്സ് വരെ ഇവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ കുടുംബ പ്രാരാബ്ദങ്ങളെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മകയിര നക്ഷത്രത്തിൽ ജനിച്ചൊരു സ്ത്രീയാണെന്ന് വിചാരിച്ചു. അവർക്ക് ചിലപ്പം ഭർത്താവിൻ്റെത് വലിയ സഹായമൊന്നും കാണത്തില്ല. മക്കളെല്ലാം കഷ്ടപ്പെട്ട് വളർത്തുക. ഇനി ഭർത്താവാണേലും ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചു. ഭാര്യയെന്ന് ചിലപ്പോൾ വലിയ സഹായങ്ങളൊന്നും കാണത്തില്ല. ഇങ്ങനെ ഈ മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചില സാഹചര്യങ്ങൾ ചിലർക്കെങ്കിലും, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. എല്ലാവരും ജനിച്ച സമയം അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. ഈ പറയുന്ന നക്ഷത്രത്തിലെല്ലാം, വീഡിയോ പറയുന്ന മുഴുവൻ നക്ഷത്രത്തിലും ജനിച്ച സമയം അനുസരിച്ച് വ്യത്യാസം വരും. ഇത് പൊതുവായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിതം നേരിടേണ്ട സാഹചര്യങ്ങളെ ഈ മകയിര നാളുകാർക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇവർ സാമ്പത്തികമായിട്ട് വളരെ സഫർ ചെയ്യേണ്ട സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ വളരെ സന്തോഷമുണ്ട്, ഇവരെ ജീവിത അവസാനം മക്കൾ ഇവരെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ളതാണ്
ഇവർ പിന്നെ ഇവരുടെ പ്രവർത്തിയും പോലെ ഇരിക്കും. സാധാരണഗതി ഇവരെ ഉപേക്ഷിക്കാറില്ല കേട്ടോ. അങ്ങനെ ജീവിത അന്ത്യം ഇവർക്ക് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ മകരം നാളുകാർ കൃഷ്ണനെ ഇതുപോലെ രാവിലെ ദർശനം ചെയ്ത് കൃഷ്ണന്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി ഉണർന്ന ഉടനെ ഭഗവാനെ ഈ പറഞ്ഞ രീതി ദർശനം ചെയ്ത് മന്ത്രങ്ങൾ ജപിച്ചാൽ വലിയ അനുഗ്രഹങ്ങളും വലിയ ഐശ്വര്യങ്ങളും ഉയർച്ചകളും അപ്രതീക്ഷിതമായി വലിയ സമ്പത്തുകളും ഉണ്ടായി വരുമെന്നുള്ളതാണ്. പിന്നെ ഈ മകര നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ പൊതുവായിട്ടുള്ള പറയുന്നതാണ്. ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ്. ഫുഡ്, ബിൽഡിംഗ് നിർമ്മാണം, പിന്നെ വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, കോൺട്രാക്ട് വർക്കുകൾ, ടെക്നിക്കൽ വർക്കുകൾ, അതുപോലെ തന്നെ മെഡിസിന്, ഇങ്ങനെയുള്ള മേഖലകൾ, മെഡിസിനുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ഈ മകര നാളുകാർക്ക് വളരെ നല്ലതാണെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് അത്തം നക്ഷത്രമാണ്. ഈ അത്തം നക്ഷത്രം വ്യാഴകർമ്മയും സർപ്പകർമ്മയും, വ്യാഴകർമ്മയും രാഹുകർമ്മയും DNA അസ്ട്രോളജി അനുസരിച്ച് വരുന്നതാണ്. ഈ അത്തം നാളിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇവർക്ക് സംഘാടനം, അതുപോലെ ഇവർക്ക് ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കഴിവുകൾ. ഇപ്പോൾ ഒരു 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 പടം വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു കലാകാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ്, ഇങ്ങനെ ഈ കാര്യങ്ങൾ ഒരു ഒരു കലാപരമായിട്ട് കാര്യങ്ങൾ കോർത്തിണക്കുന്നതിലോ കോർഡിനേറ്റ് ചെയ്യുന്നതിലോ ഒക്കെ വളരെ കഴിവാണ് ഈ അത്തം നാളുകാർക്ക്. പ്രത്യേകിച്ച് ഇവർക്കൊരു ഡിസൈനിങ് സ്കില്ല്, അല്ലെങ്കിൽ ഒരു കലാപരമായ കഴിവ്, അല്ലെങ്കിൽ ആളുകളെ സുഹൃത്ത് ബന്ധങ്ങൾ, അല്ലെങ്കിൽ ആളുകളെ പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ അത്തം നാളുകാർക്കുണ്ട്. അപ്പോൾ ഇവർ സാമ്പത്തികമായിട്ട് വളരെ ശ്രദ്ധിക്കണം. മാത്രമല്ല ഇവർക്ക് ജീവിതത്തിൽ പല തിരിച്ചടികളും ഉണ്ടാകാം, അതുപോലെ ഉയർച്ചകളും ഉണ്ടാകാം, തിരിച്ചടികൾ ഒരുപോലെ ഉണ്ടാകാവുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ ഇവർക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളും നല്ലതാണ്. പിന്നെ ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള വർക്കുകളെ, കലാപരമായ വർക്കുകളെ, സമൂഹവുമായി ബന്ധപ്പെട്ട വർക്കുകളെ, ഫിനാൻസുമായി ബന്ധപ്പെട്ട വർക്കുകളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഇവർ ഇതുപോലെ രാവിലെ ഉണർന്ന ഉടനെ കൃഷ്ണനെ ദർശനം നടത്തി വീട്ടിലെ ഫോട്ടോ ദർശിച്ചാൽ മതി, അല്ല ദൂരമൊന്നും പോകണ്ട. ഭഗവാനെ ഞാനീ പറഞ്ഞ ഈ ദർശനം നടത്തി ആ മന്ത്രങ്ങൾ ജപിച്ചാൽ ദത്യേന ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല. ഇവരുടെ ജീവിതം അത്ഭുതകരമായിട്ട് മാറുമെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്ന അടുത്ത നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഈ ഉത്രാട നക്ഷത്രത്തിന് അതും തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് വ്യാഴകർമ്മയും സർപ്പകർമ്മയുള്ള നക്ഷത്രമാണ്. ഈ ഉത്രാട നക്ഷത്രത്തിന് ഇതുപോലെ രാവിലെ കൃഷ്ണന്റെ ഫോട്ടോയുടെ മുന്നിൽ ദർശനം നടത്തി ഈ പറയുന്ന മന്ത്രങ്ങൾ ജപിച്ചാൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. വീട്, ഭൂമി, സമ്പത്ത്, ഐശ്വര്യം, മക്കളെ കൊണ്ട് ഗുണം, സർവ്വകാര്യങ്ങളിൽ വിജയം, പണം എല്ലാം വരുമെന്നുള്ളതാണ്. അത്ഭുതകരമായ ജീവിതം മാറും. നിത്യേന ചെയ്യുക. വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഉത്രാടം നാളുകാരുടെ ചില രഹസ്യങ്ങളൂടെ പറഞ്ഞുതരാം. അതായത് ഇവർക്ക് ഈ ഫുഡ് മേഖല നല്ലതാണ്, വാഹനം നല്ലതാണ്, റെസ്റ്റോറൻറ്റ് നല്ലതാണ്. പിന്നെ ഇവർക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ചെയ്യണം, പിന്നെ ഈശ്വരാധീനം വേണം കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. ടെക്നിക്കൽ മേഖലകൾ നല്ലതാണ്. സർക്കാർ അല്ലെ തത്തുല്യമായ മേഖലകൾ, ക്ലറിക്കൽ വർക്കുകൾ ഒക്കെ നല്ലതാണ്. കലാമേഖലകൾ, രാഷ്ട്രീയം ഒക്കെ നല്ലതാണ്. ഈ ഉത്രാടം നാളുകാർക്ക് ഇവർക്ക് ഈ കൃഷ്ണനെ ഇങ്ങനെ ദിവസവും വണങ്ങിയാൽ അത്ഭുതകരമായ ജീവിതം മാറും, യാതൊരു സംശയവും വേണ്ട. ഇനിയും നമ്മളുടെ സാധാരണ ജ്യോതിഷം അനുസരിച്ച് ചില നാളുകാരുമുണ്ട്. അതായത് ആയില്യം നാളുകാർ ഇതുപോലെ കൃഷ്ണനെ ദിവസവും വണങ്ങിയാൽ വലിയ മാറ്റം വരും, ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരും. തിരുവാതിര നക്ഷത്രക്കാർ ഞാൻ ഈ പറഞ്ഞ രീതി രാവിലെ കൃഷ്ണനെ തൊഴുതാൽ അത്ഭുതകരമായ മാറ്റം വരും. ചോദ്യ നക്ഷത്രക്കാർ അവരെ ഈ പറഞ്ഞ രീതി കൃഷ്ണനെ രാവിലെ വണങ്ങിയാൽ വലിയ മാറ്റം വരും. പിന്നെ അതുപോലെ തന്നെ അനിഴം, ഉത്രട്ടാതി ഈ നാളുകാര് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരും കൃഷ്ണനെ ഇതുപോലെ വണങ്ങിയാൽ. ഇനിയും ഈ പറഞ്ഞ നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും കൃഷ്ണനെ ഇതുപോലെ വണങ്ങണം. പെട്ടെന്ന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. എല്ലാ നക്ഷത്രക്കാരും 27 നക്ഷത്രക്കാരും ഭഗവാനെ വണങ്ങുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അത് വണങ്ങാം, എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകും. എന്നിരുന്നാലും ഞാനീ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും ഭഗവാനെ ഇതുപോലെ വണങ്ങിയാൽ അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നടക്കും. വീട്, ഭൂമി, സമ്പത്ത്, മക്കളെ കൊണ്ട് നല്ല ഗുണം, വലിയ ഐശ്വര്യങ്ങളെ, അപ്രതീക്ഷിതമായ വലിയ സമ്പത്ത് ഒക്കെ ഉണ്ടായി വരും. എല്ലാ ആപത്തുകളും ഭഗവാൻ തട്ടിമാറ്റും. സർവ്വ സമ്പത്തും ഐശ്വര്യവും സൗഭാഗ്യവും എല്ലാം ഉണ്ടായി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഇത് ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. അത് കേൾക്കുമ്പോഴാണ് ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനമാകുന്നത്. അതുകൊണ്ട് ആ വീഡിയോ അവസാനം വരെ കാണണമെന്ന് പറഞ്ഞാൽ, അതായത് ഒരു നരസിംഹസ്വാമിയുടെ നരസിംഹസ്വാമിയെക്കുറിച്ച് പറയുന്ന ഒരു രഹസ്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാകും. അത് നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കാട്ടിൽ
ഒരു ഒരു സന്യാസി ഇരുന്ന് തപസ് ചെയ്യുകയാണ്. അപ്പൊ സന്യാസി തപസ് ചെയ്യുന്ന വർഷങ്ങളോളം തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സന്യാസിക്ക് പിന്നെ ഭഗവാന്റെ ദർശനം കിട്ടുന്നില്ല. അപ്പൊ ഈ സന്യാസി തപസ് ചെയ്യുമ്പോൾ സന്യാസി അപ്പോൾ ഒരു വേടൻ അവിടെ നിത്യം വന്നിങ്ങനെ നിൽക്കും. അപ്പൊ ഈ സന്യാസി ഉണരുന്ന സമയത്ത് വേടൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ആരെയാണ് ഈ വിളിക്കുന്നതെന്ന്. അപ്പൊ സന്യാസി അപ്പൊ നരസിംഹത്തെയാണ് തപസ് ചെയ്യുന്നത്. ഈ സന്യാസി പറഞ്ഞു, ഞാന് ഈ നരസിംഹം എന്ന് പറഞ്ഞാലൊന്നും വേടൻ അറിയത്തില്ല, കാട്ടുവാസിയാണ്, കാട്ടിലുള്ളതാണ്, വലിയ കാടാണ്. പുള്ളി ആ കാട്ടിൽ പോയി തപസ് ചെയ്യുന്ന ഒരു സന്യാസിയാണ്. അപ്പം വേടനോട് സന്യാസി പറഞ്ഞു, സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു ജീവിയാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം വേടൻ ചോദിച്ചു, ആ ജീവി ഈ കാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ആ ജീവി എല്ലായിടത്തും ഉണ്ട്, ഈ കാട്ടിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ വേടൻ എല്ലായിടത്തും, ഇന്നാ പിന്നെ അതിനെ കണ്ടുപിടിച്ച് ഈ സ്വാമിയുടെ മുന്നേ കൊണ്ടുവന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഈ വേടൻ ഈ കാട് മുഴുവൻ അരിച്ചു പെറുക്കാൻ തുടങ്ങി. അപ്പൊ സന്യാസി ദിവസവും രാവിലെ ധ്യാനിക്കാനിരിക്കും. രാവിലെ പിന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ ധ്യാനം തുടർന്നു പോകുന്നു. ഈ വേടൻ ദിവസവും ഈ കാട് മുഴുവൻ അരിച്ചു പെറുക്കുക, ഇങ്ങനെ ഒരു ജീവി ഈ കാട്ടിലുണ്ടെങ്കിൽ അതിനെ പിടിച്ച് സന്യാസിയുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ ഈ വേടനെ ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. ഈ വേടന്റെ മനസ്സിൽ ആഹാരം കഴിക്കണമെന്നില്ല, വെള്ളം കുടിക്കണമെന്നില്ല, മറ്റൊരു ചിന്തയില്ല. ഈ ഒരു ജീവിയെക്കുറിച്ച് മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം കാട് മുഴുവൻ അരിച്ചു പെറുക്കുക. അങ്ങനെ കുറേ മാസങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഇദ്ദേഹം നോക്കിയപ്പം ഒരു മരത്തിന്റെ ചോട്ടിൽ ഈ സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലുമായിട്ട് ഒരു ജീവി ഇരിക്കുന്നു. സാക്ഷാൽ നരസിംഹമൂർത്തി തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതാണ്. ഇപ്പൊ വേടനത് അറിയത്തില്ല, ആദിവാസിയാണ് പുള്ളി. എന്ന് ഇതിനെ ഈ വള്ളി കൊണ്ട് കൊണ്ട് ഈ സന്യാസിയുടെ അടുത്ത് ചെന്നപ്പോൾ സന്യാസി എഴുന്നേറ്റ് വന്നു, ഭഗവാനെ, അങ്ങ് ഞാൻ ഇത്രയും നാൾ ഇവിടെ തപസ് ചെയ്തിട്ട് എൻ്റെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ, ഈ വേടന്റെ മുന്നിൽ അങ്ങനെ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട്. അപ്പോൾ നരസിംഹസ്വാമി പറയുന്നു, വത്സ, നീ തപസ് ചെയ്യുന്നുള്ളത് ശരിയാണ്, പക്ഷെ നിനക്ക് അതിന്റെ ഫലം കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ വേടൻ മാസങ്ങളോളം ആഹാരവും വെള്ളവും ഒന്നും ഇല്ലാതെ, ഒരു ചിന്തയില്ലാതെ എന്നെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ ഒരു നിഷ്കളങ്കമായ എൻ്റെ നിഷ്കളങ്കമായി സ്മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ അദ്ദേഹം ആ സ്വാമിയെ അനുഗ്രഹിച്ചു, നിനക്കും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന്. ആ ഒരു ക്ഷേത്രം, ആ സന്യാസി ധ്യാനിച്ച ആ ഒരു ക്ഷേത്രം ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം എന്നുള്ളതാണ്. ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടതാണ്. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ കൃഷ്ണന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാര് ഈ കൃഷ്ണനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും എന്ന് വെച്ചാൽ ജോലി ചെയ്യുമ്പോഴോ റോഡിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നുമല്ല, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഭഗവാന്റെ ആ രൂപം മാത്രം മനസ്സിൽ കണ്ടാൽ പോലും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതാണ് ഏറ്റവും അറിയേണ്ട രഹസ്യം. 27 നക്ഷത്രക്കാർക്കും ഇത് ചെയ്യാം, നല്ലത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഉറപ്പായിട്ടും ചെയ്യണം. ഞാൻ എടുത്തു പറഞ്ഞ നക്ഷത്രക്കാരെ ഭഗവാന്റെ രൂപം, ഭഗവാനെ മനസ്സിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, നിങ്ങളൊരു ജോലിക്കടയിലോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ രാവിലെ ഭഗവാനെ ഫോട്ടോ കണ്ട് തൊഴുവല്ലോ, ആ രൂപം വെറുതെ മനസ്സിൽ കാണുക, ഒന്നും പ്രാർത്ഥിക്കണം. അങ്ങനെ മനസ്സിൽ കണ്ടാൽ മാത്രം തന്നെ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു രഹസ്യം മനസ്സിലാക്കി നിങ്ങൾ 27 നക്ഷത്രക്കാർക്കും ചെയ്യാം, ഫലം ഉണ്ടാകും. ഞാൻ എടുത്തു പറഞ്ഞ നക്ഷത്രക്കാരെ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. രാവിലെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രഹസ്യം മനസ്സിലാക്കി നിങ്ങൾ രാവിലെ ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി ഒന്ന് തൊഴുത് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഭഗവാന്റെ രൂപം മനസ്സിലൊന്ന് കണ്ടു നോക്കിക്കേ, നിങ്ങൾ ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് ഏറ്റവും രഹസ്യമായ വിദ്യയാണ് പറഞ്ഞു തന്നത്. ഏറ്റവും രഹസ്യമായ വിദ്യയാണ് പറഞ്ഞു തന്നത്. നമ്മളുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് ശരിക്കും ചിത്രങ്ങൾ, ഇമേജിനെയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു വലിയൊരു തത്വത്തിലേക്ക് പോവുകയാണ്. അതായത് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്, മനസ്സ് നമ്മുടെ ഉള്ളിലുള്ള ബോധം പ്രവർത്തിക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് ചിത്രങ്ങളെയാണ് കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡ് ക്യാച്ച് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്നത് ചിത്രങ്ങളെയാണ്.
ആ ചിത്രങ്ങളിലൂടെ ആ ആ എനർജിയുമായിട്ട് നമുക്ക് കണക്ഷൻ വരും. അതുകൊണ്ടാണ് ഭഗവാന്റെ രൂപം മാത്രം ധ്യാനിച്ച ആ വേടനെ നരസിംഹസ്വാമി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. നിങ്ങളും കൃഷ്ണന്റെ രൂപം അങ്ങനെ ധ്യാനിച്ചു നോക്കൂ, നിങ്ങൾക്കും അനുഭവം, ഭഗവാന്റെ അനുഭവം ഉണ്ടാവും, ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ സ്വർഗത്തിലേക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആളുകളുടെ കയ്യിലിരിപ്പും ആ ഭഗവാനുള്ള ഭക്തിയുടെ കുറവും കൊണ്ടൊക്കെയാണ്. പൂന്താനത്തെ പോലുള്ളവർക്കൊക്കെ സാധിച്ചിരുന്നു. എങ്കിലും നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹമെങ്കിലും ഉണ്ടാകും, നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും. ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരും. അത് തന്നെ വലിയ ഭാഗ്യമല്ലേ. അപ്പം ഭഗവാനെ ഇങ്ങനെ ചിത്രം തന്നെ മനസ്സിൽ കാണുക ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. ആ ഒരു വിദ്യ തന്നെ രാവിലെ വന്ന് ഭഗവാനെ കണ്ട് തൊഴണം. പിന്നെ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ചിത്രം മാത്രം മനസ്സിൽ കണ്ടാൽ പോലും ആ ഒരു സ്മരണയ്ക്ക് പോലും ശക്തി ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത് വീഡിയോ മുഴുവൻ കണ്ടാലല്ലേ മനസ്സിലാവത്തുള്ളൂ. ഈ കഥയും കൂടെ കേട്ടാലല്ലേ അത് മനസ്സിലാവത്തുള്ളൂ. കഥ എന്ന് പറഞ്ഞാൽ അത് നടന്ന സംഭവമായിട്ടാണ്. ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ്. ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യമായിട്ടാണ് ഞാനിത് കേട്ടിട്ടുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്തണമെന്നില്ല. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. ഇപ്പം എല്ലാം അറിഞ്ഞുകൊണ്ടോ എല്ലാം ചെയ്തുകൊണ്ടോ ജീവിതം മാറണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ നക്ഷത്രക്കാർക്ക് ഇന്നത് നല്ലതാണ്, അല്ലെങ്കിൽ പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാം, ഇതൊക്കെ ആ എല്ലാവരുടെയും ജീവിതം മാറ്റും, ആ നക്ഷത്രക്കാരുടെയും ജീവിതം മാറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ജീവിതം മാറ്റുന്ന രഹസ്യമായ ദിവ്യമായ ജ്ഞാനമാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഇനി ഒരു ശിവവിദ്യയും കൂടെ പറഞ്ഞു തന്നിട്ട് നിർത്താം. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ കൈകൾ തണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ നട്ടലിൻ്റെ അടിയിൽ നിന്ന് ശ്വാസം എടുക്കുക, മനസ്സിൽ ഓം എന്ന് ജപിച്ചുകൊണ്ട് എടുക്കുക. എന്നിട്ട് നെറ്റിയിൽ കൊണ്ടുവന്ന് അത് ഒരു ചിന്തയില്ലാതെ മൂക്കിനകത്തൂടെ വിടുക. ശ്വാസം പിടിച്ചു നിർത്തണ്ട. എന്നിട്ട് കയ്യിൽ ഒരു ദീർഘശ്വാസം എടുത്ത് വിടുക. ഓം ജപിച്ചെടുക്കുക, ഒന്നും ജപിക്കാതെ വിടുക. ദീർഘശ്വാസം എടുത്ത് പിടിക്കേണ്ട, സാധാരണ പോലെ ചെയ്യുക. ഇത് നമ്മുടെ ഉള്ളം കയ്യിൽ ശിവശക്തിയെ ധ്യാനിക്കുക. പരമേശ്വര. എന്നിട്ട് ശിവശക്തി എൻ്റെ ജീവിതം മാറ്റണേ. അതായത് ദീർഘശ്വാസം എടുത്തിട്ട് വിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് രഹസ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു ദീർഘശ്വാസം, അതായത് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ നട്ടലിൻ്റെ അടിയിൽ നിന്ന്, ഏറ്റവും അടിയിൽ നിന്ന്, മൂലാധാരത്തിൽ നിന്ന് ഓം മനസ്സിൽ ജപിച്ചുകൊണ്ട് ദീർഘശ്വാസം എടുക്കുക. ഒന്നും ജപിക്കാതെ പതുക്കെ നീട്ടി വിടുക. ശ്വാസം എടുത്ത് പിടിച്ച് വെക്കണ്ട, എടുക്കുക, വിടുക. ഒരു തവണ ചെയ്യുക. എന്നിട്ട് ഉള്ളം കയ്യിൽ നോക്കി ശിവശക്തിയെ പ്രാർത്ഥിക്കുക. ശിവശക്തിയെ എൻ്റെ ജീവിതം മാറ്റണേ, സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ചയൊക്കെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഏതൊരു വ്യക്തിയെ സങ്കല്പിച്ച് ഈ ശിവശക്തിയോട് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് മാറ്റം വരും. രഹസ്യ ശിവശക്തി വിദ്യയാണ്. അതുപോലെ നമ്മുടെ പറമ്പ്, നമ്മുടെ വീട്, ഏത് മനസ്സിൽ സങ്കല്പിച്ച് ശിവശക്തിയോട് പ്രാർത്ഥിച്ചാൽ അവിടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിനുള്ള മാറ്റങ്ങളും ദൈവാധീനവും ഉണ്ടായി വരും. അങ്ങനെ നിങ്ങൾ ഒരു വ്യക്തിക്ക് തന്നെ പല കാര്യങ്ങളിൽ ആ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇതാണ് ശിവശക്തി രഹസ്യം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ ഓമെന്ന് ശ്വാസം മനസ്സുകൊണ്ട് ജപിച്ചെടുത്തു, ഒന്നും ജപിക്കാതെ നീട്ടിവിടുന്നു. ഈ ഒന്നും ജപിക്കാതെ നീട്ടിവിടുമ്പോൾ നമ്മുടെ മനസ്സ് ഈ വെളിയിലുള്ള ആകാശത്തിൽ ലയിക്കും. മനസ്സിലായോ? നമ്മളൊന്നും ജപിക്കാതെ ശ്വാസം നീട്ടിവിടുമ്പോൾ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മനസ്സ് ഈ ശൂന്യതയിലേക്ക് ലയിക്കും, ഈ ആകാശത്തിലേക്ക് ലയിക്കും, ഈ സ്പേസിലേക്ക് ലയിക്കും. അപ്പം ഈ ആകാശവുമായി, ഈ ശൂന്യതയുമായി ലയം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രപഞ്ചബോധവുമായി കണക്റ്റ് ആവും. അങ്ങനെ പ്രപഞ്ചബോധവുമായി കണക്റ്റ് ആകുമ്പോൾ നമ്മൾ ആ ശിവശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഊർജം നമ്മളിലേക്ക് വരും. നമ്മൾ പെട്ടെന്ന് കണക്റ്റ് ആവും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ആകാശധാരണയാണ് ചെയ്യുന്നത്. ആകാശം എന്ന് വെച്ചാൽ സ്പേസ്, നമ്മുടെ മുന്നിലുള്ള ഈ സ്പേസ്. അപ്പൊ ശ്വാസം വിടുമ്പോൾ നമ്മൾ ഈ സ്പേസിനെ നോക്കിയാണ് ശ്വാസം വിടുന്നത്. നമ്മുടെ മനസ്സും ആ സ്പേസിലേക്ക് ലയിക്കുകയാണ്. ലയിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ ശിവശക്തി വിദ്യ ചെയ്യുമ്പോൾ നമുക്ക് ആ എനർജിയുമായിട്ട് കണക്റ്റ് ആകും. പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും.
ഇത് വിശ്വാസത്തോടെ ചെയ്യണം. രാവിലെ കിടക്കപ്പായി ഇരുന്ന് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യണം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് കിടക്കപ്പായി ഇരുന്ന് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യണം. ഇത് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്നും ചിന്തിക്കരുത്. വെറുതെ വൈകിട്ടാണെങ്കിൽ വെറുതെ കിടന്നുറങ്ങുക, രാവിലെ ആണെങ്കിൽ ഇത് ചെയ്തിട്ട് കിടക്കപ്പായി നമ്മൾ എഴുന്നേൽക്കുക. കിടക്കപ്പായി എഴുന്നേറ്റിരുന്നാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്തിട്ട് നമ്മളൊന്നും ചിന്തിക്കേണ്ട. രാവിലെ ആണെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ചെയ്യാം, പക്ഷെ ഇതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട. ഇത് ആർക്കും ചെയ്യാം, ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല. പിന്നെ ഇത് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ശിവഭഗവാന് പാൽപ്പായസവും പാർവ്വതിദേവിക്ക് പിൻവളക്കും ചെയ്ത് ഭഗവാനോടും അമ്മയോടും നന്ദി പറയണം. കാരണം ഇത്തരം അറിവുകളൊക്കെ കിട്ടുന്നത് എൻ്റെയോ നിങ്ങളുടെയോ കഴിവല്ല, പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും കൃപയാണ്. അതിന് നന്ദി പറയുക, മഹത്വം പറയുക. അപ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ ഫലം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ നല്ലൊരു വ്യക്തിയാകുന്നത്, അല്ലേ? നമ്മൾക്കിപ്പോൾ ഒരു അറിവ് കിട്ടി, അതിന് ഈശ്വരനോട് നന്ദി പറയുമ്പോഴാണ് നമ്മളൊരു വ്യക്തിയാകുന്നത്. അപ്പോഴാണ് നമ്മളിലെ ശുദ്ധബോധം പ്രവർത്തിക്കുന്ന അപ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.